ആ പച്ചവളയ്ക്ക് എത്ര രൂപയാകും? പച്ചവളയോ? സുന്ദരിയാണല്ലോ. പച്ചവളയൊക്കെ വെറുതെ എടുത്തു. ഞാൻ വെറുതെ തരാം. നല്ല സുന്ദരി പെണ്ണിനെ ഞാൻ വെറുതെ കൊടുക്കാറുണ്ട്. ഓ, ഇയാൾ മലയാളി തന്നെയായിരുന്നല്ലേ? എനിക്ക് ഇയാൾക്ക് വായനോട്ട് കണ്ടപ്പോഴേ മനസ്സിലായി വായ നോക്കി മലയാളിയാണ്. വായ നോക്കിയൊന്നും വിളിക്കല്ലേ. എനിക്ക് നല്ല സൗന്ദര്യമുള്ള നമ്മളത് എനിക്ക് വലിയ ഇഷ്ടമാണ്. അങ്ങനെയുള്ളതൊക്കെ ഞാൻ ഫ്രീ ആയിട്ടൊക്കെ സാധനങ്ങൾ കൊടുക്കും. ചീ പോടാ നിന്റെ സാധനം. എന്തോ പിള്ളേരെ, അയാൾ നല്ല ഫ്രീ ആയിട്ട് ആയിട്ടൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ. നമുക്ക് പോയി ചോദിച്ചാലോ? മോനെ, എന്തെങ്കിലും ഫ്രീ ആയിട്ട് കിട്ടും സാധനങ്ങള്? പിന്നെ ഫ്രീ ആയിട്ട് കിട്ടുമോ? ഇവിടെ പൈസ മേടിക്കാന്ന് കഴിഞ്ഞാൽ സാധനം കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാൻ ഇരിക്കില്ലേ? ഞാൻ നല്ല സുന്ദരി പെമ്പിളാർക്ക് കൊടുക്കുന്നത്. എന്തായാലും തള്ള വന്നേക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ ഫ്രീ ആയിട്ട് തരാമെന്ന്. പിന്നെ നമ്മുടെ പൈസ ഒന്നും ഇല്ലാത്തല്ല. നമുക്ക് അവിടെ അയാളുടെ പിന്നെ ഔദാര്യമൊന്നും വേണ്ട. നിങ്ങൾക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ കൊടുത്ത് വാങ്ങിക്കും പിള്ളേരെ. അമ്മേ, താജ്മഹലിൽ കയറാൻ സമയമായിരുന്നു. പെട്ടെന്ന് വാങ്ങിട്ട്. എന്നാ പെട്ടെന്ന് വാങ്ങിച്ചിട്ട് വാ. ഫോട്ടോ ആയിട്ട് വാങ്ങിക്കൊന്നും വേണ്ട. ഫോണിനകത്ത് എടുക്കാം. ഫോണിനകത്ത് ഒരു പവർ ഇല്ലടി. നമുക്ക് ഈ പിള്ളേരെ കൊണ്ട് കാണിക്കണ്ടേ സ്കൂളിൽ. നമുക്ക് കാര്യം ചേടി, ക്യാമറ ഉണ്ടോ ചോദിച്ചു ചേട്ടനോട്. ക്യാമറ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഫോട്ടോ എടുക്കല്ലോ. ചേട്ടാ, ക്യാമറ ഉണ്ടോ ഇവിടെ? പിന്നെ ക്യാമറയൊക്കെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് റേറ്റിനുള്ളത് വേണം. പിന്നെ ഒരു കാര്യം, ഫ്രീ ആയിട്ട് തരാൻ പറയരുത്. അയ്യോ, ഞങ്ങൾ വലിയ സുന്ദരി പെമ്പിളാരൊന്നും അല്ലേ. ഞങ്ങൾ ഫ്രീ ആയിട്ടൊന്നും വേണ്ട. അത് പിന്നെ 10,000 രൂപയുടെ ക്യാമറ ഉണ്ട്. നല്ല സൂപ്പർ ക്യാമറയാണ്. നല്ല ക്ലാരിറ്റി ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഫോട്ടോസ് എടുക്കുകയൊക്കെ ചെയ്യാം. അപ്പം അതെടുക്കട്ടെ? പിള്ളേർ നിങ്ങളിതൊരു വാങ്ങിച്ചു വെച്ചിട്ട് ഇങ്ങോട്ട് വരാൻ. ഞങ്ങളൊന്നും കയറാൻ പോട്ടോ. അമ്മയുടെ അമ്മ വാഷ്റൂമിലോട്ട് പോയി. ഇതോ പിള്ളേരെ അവിടെ തൂക്കിയിട്ടൊക്കെ കണ്ടോ? ക്യാമറയാ. ശരി ശരി. ചേട്ടൻ അവിടെ കയറാൻ വേണ്ടി നിൽക്കുക, എൻട്രൻസ് നിൽക്കുന്നത്. അത് പിന്നെ സ്ഥിരമായിട്ട് ഇവിടെ ആൾക്കാരെയൊക്കെ കാണുന്നതല്ലേ. നമ്മൾ അങ്ങനെ പരിചയമായിരിക്കും. ആൾക്കാരെയൊന്നും പേടിയില്ലാത്തതാ. ഇനി രണ്ടുപേരും കൂടെ കിടന്ന് അടി കൂടിട്ട. ഇപ്പൊ തൽക്കാലം എനിക്ക് ഇങ്ങനെ എടുക്കട്ടെ ഫോട്ടോ. മോനെ പഠിപ്പിച്ച് തരും കേട്ടോ കുട്ടുമോനെ. പിന്നെ എന്റെ മോനെ 10,000 രൂപ കൊടുത്ത് വാങ്ങിച്ച ക്യാമറയാ. മോൻ അതിന് നശിപ്പിക്കണ്ട. നിക്ക് ഞാനോട് നിൽക്കട്ടെ. ഒന്നുകൂടെ എടുക്കുക ഇങ്ങനെ. ചിലപ്പോ അത് കിട്ടിയില്ലെങ്കിലും ശരിയായിട്ട്. അയ്യോ, അത് ശരിയാണല്ലോ. ഓക്കെ അല്ലേ മോളെ? എന്തോന്നാ പിള്ളേർ ഇത്? ഇങ്ങോട്ട് വരുന്നുണ്ടോ? അപ്പൊ ഞങ്ങൾ കയറാൻ പോട്ടോ. ഇടി ശാന്ത ഇങ്ങോട്ട് പടി. ഇടി ശാരദ ഇങ്ങോട്ട് വരാൻ. വരുന്നു. ഞങ്ങൾ ഫോട്ടോ എടുക്കുമായിരുന്നു. എന്റെ ഫോട്ടോ എടുത്തല്ലേ? ഞാൻ ആരാന്ന് കാണിച്ചു കൊടുക്കാം. ക്യാമറയും കൊണ്ട് നടക്കുന്ന എന്റെ ഫോട്ടോ എടുക്കാന്. ഇവരാരും എന്റെ ഫോട്ടോ എടുക്കാന്. ഞാൻ വെറും പ്രാവം അല്ലെന്ന് ഇവർക്ക് ഞാൻ കാണിച്ചു കൊടുക്കാം. എന്ത് ബ്യൂട്ടിഫുള്ളാ ചേട്ടാ. ഇന്ന് തിരക്ക് കുറവാണല്ലോ. അതിപ്പോ സീസൺ ടൈം അല്ലല്ലോടി, അതാ തിരക്കില്ലാത്തത്. എന്നാലും കുറെ പേര് ഇങ്ങോട്ട് വരുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് തിരക്കാവും തോന്നി. ഇപ്പൊ രാവിലെ ഇല്ലേ ഇത്ര സമയത്ത്. അതുകൊണ്ട് അതിനകത്തോട്ട് ഇഷ്ടംപോലെ ആൾക്കാർ കയറി അങ്ങ് നോക്കിക്കേ. അതുവഴി അങ്ങോട്ട് പോകുന്നുണ്ട്. ശരിയാ, അതുവഴിയൊക്കെ ഒരുപാട് ആൾക്കാർ നടന്നിരിക്കുന്നു കേട്ടോ. മക്കളെ, നിങ്ങൾ ആ സൈഡ് വഴി വരുമോ? ശ്രദ്ധിച്ചോ, വെള്ളത്തിൽ നിന്ന് വീഴരുത് കേട്ടോ. നാണിയമ്മ പിള്ളേരെ നോക്കണേ നല്ലപോലെ. പേടിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. എന്താ വായത് നമുക്ക്. എനിക്ക് എന്റെ കാര്യം കയറിയിട്ട് വയ്യ. ഞാൻ ആരാന്ന് അറിയത്തില്ല. ഞാനാ സ്പിരിനീറോ ഗുലോബീറോ. എന്റെ ഫോട്ടോ അവന്മാരെടുത്തോണ്ട് പോയത്. അവന്മാരല്ല, കൊച്ചു കുട്ടികൾ. ഞാൻ ഒന്നിനെ വെറുതെ വിടത്തില്ല. ഈ വഴി വരാതിരിക്കത്തില്ല അവറ്റകള്. താജ്മഹൽ കാണാൻ പോയി പറ്റി അവറ്റകള്. എന്തായാലും ഈ വഴി തന്നെ ആയിരിക്കും വരുന്നത്. ഇവിടെ കാത്തു നിൽക്കാം. ഒരു കാര്യം ചെയ്താലോ, ഞാൻ താറാവായിട്ട് താറാവല്ലല്ലോ, എന്റെ യഥാർത്ഥ രൂപം തന്നെ ഞാൻ എടുത്ത് ഇവിടെ നിൽക്കാം. അതായത് ഒരു പ്രാവായിട്ട് നിൽക്കാം. എന്നിട്ട് അവറ്റകളുടെ കൂടെ പോകാം. എവിടെ താമസിക്കുന്ന അറിയത്തില്ലല്ലേ ഇവര്. എടി, ഇത് തന്നെ റൂമിൽ പോകാനുള്ള വഴി. മറന്നുപോയി ചേട്ടാ. നമ്മളാണെങ്കിൽ റൂം എടുത്തിട്ട് നമ്മളാണെങ്കിൽ അങ്ങ് പിന്നെ താജ്മഹൽ കാണാൻ വേണ്ടിയിട്ട് അങ്ങ് പോവുകയും ചെയ്ത്. എവിടെയായിരുന്നു നമ്മൾ റൂം എടുത്തത്? ഈ വഴി കൊണ്ടായിരുന്നു. എനിക്കൊന്നും ഓർമ്മയില്ല. ഇതോ അമ്മ വരുന്ന കണ്ടില്ലേ? അമ്മ അവിടെ നോക്കിക്കോ. താജ്മഹൽ കണ്ടിട്ടും മതിയായില്ലെന്ന് തോന്നുന്നു. അമ്മ ഇങ്ങോട്ട് വാങ്ങുമ്പോ ഞങ്ങളങ്ങ് പോകും കേട്ടോ. അമ്മ ഇങ്ങനെ വഴി തെറ്റി നടക്കും. പിന്നെ നിൽക്കും മക്കളെ, വരുന്നു. എന്തേ നിങ്ങൾ റൂമിലോട്ട് പോകുന്നില്ലേ? പോകുന്നുണ്ട്. നാണിയമ്മ ഞങ്ങളാണെങ്കിൽ സത്യം പറഞ്ഞ വഴി മറന്നുപോയി എങ്ങോട്ടാ പോകുന്നുള്ളത്.
ആ കൊള്ളാം. എന്നിട്ടാന്ന് പറഞ്ഞത് നിങ്ങൾ അങ്ങ് പോകും, ഞാൻ ഇവിടെ നിൽക്കുമെന്ന്. എന്താ നേരെ അങ്ങോട്ട് പോയിക്കേ, അങ്ങോട്ടാണ് പോകേണ്ടത്. അയ്യോ ശരി, ഇതേ ഈ വഴി കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നമ്മൾ ഇതുവഴിയൊക്കെ പോയായിരുന്നല്ലോ. ഇതേ ഒരു പ്രത്യേക സ്ഥലം പോലല്ലേ ഇത്, നമ്മളോടൊന്നും ഇല്ലല്ലോ ഇത്. ഇവിടെയൊക്കെ പ്രാവ് ഇഷ്ടം പോലെ ഉണ്ടെന്നല്ലേ, നമ്മൾ അവിടെ നിന്നപ്പോഴും ഇഷ്ടം പോലെ പ്രാവില്ലായിരുന്നോ? എടുത്തിട്ട് ഇപ്പൊ എന്തേനാ മക്കളെ? മോളെ പാടാ കേട്ടോ, അങ്ങോട്ട് ഇറങ്ങുമ്പോ സൂക്ഷിക്കണേ. എന്തോ എന്താ പറ്റി മോളെ? ആ അത് പോട്ടെ മോളെ. ആ പ്രാവ് സൂട്ടും കോട്ടും ഒക്കെ ഇട്ടിട്ട് വന്ന് നിൽക്കുവാന്നല്ലോ. പക്ഷെ ഇതിനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് കേട്ടോ. നീയൊക്കെ എന്തിനാ എന്റെ ഫോട്ടോ എടുത്തത്? അതുകൊണ്ടാ ഞാനിവിടെ ചുറ്റിപ്പറ്റി നടക്കുന്നത്. അപ്പൊ ഉറപ്പിച്ചോ ഇത് സ്പിരുനിറോ ഗുലബിറോ തന്നെയാ കേട്ടോ? എന്നാലും ഇത് കാടല്ലേ, നമുക്കറിയാത്ത നാടല്ലേ, അതുകൊണ്ട് നമ്മളൊന്ന് പേടിക്കണം. എടി ആഗ്രയാന്നൊക്കെ അറിയാം, അതല്ല പറഞ്ഞത്. നിനക്കറിയോ ഇവിടുത്തെ നാട്ടുകാരെ വല്ല അറിയോ? നിനക്ക് ഇവിടുത്തെ ഭാഷ അറിയാവോ? അയ്യോ പൂച്ചയോ? അയ്യോ ഞാൻ പോട്ടെ, ഞാൻ പിന്നെ വരാം. ആ അത് ശരിയാ മോളെ പറഞ്ഞത്. പൂച്ച എന്തായാലും ആ സ്പിരുനിറോയ്ക്ക് പേടിയാന്ന് തോന്നുന്നു. നമുക്ക് എവിടെ നിന്നേലും പൂച്ച സംഘടിപ്പിച്ച് നമ്മുടെ റൂമിൽ കൊണ്ടുപോകും. അപ്പോഴാകുമ്പോൾ രാത്രിയിലൊന്നും ആ സ്പിരുനിറോ കയറി വരത്തില്ല അങ്ങോട്ട്. ഒരു പൂച്ച വന്നോ പിടിക്കാനേ. ചേട്ടൻ എന്താ പറയാ, പൂച്ചയൊക്കെ ഓടിപ്പോ എങ്ങനെ പിടിക്കുന്നത്? അതെല്ലാം മാന്തും എല്ലാം ചെയ്യുക എന്ത് ചെയ്യും? ആ ഇനിയിപ്പോ പേടിക്കണ്ട, നമ്മുടെ കൂടെ വന്നോളൂ അത്. എന്നാ റൂമിൽ പോവാം. നമ്മളെടുത്തേക്കുന്ന റൂം എന്തായാലും അടിപൊളിയല്ലേ? ഇത്ര ഇച്ചിരി പൈസ കൊടുത്താലും കുഴപ്പമില്ല. ആ അത് ശരിയാ, നല്ല റൂമാ. എത്ര ആയിരുന്നു ദിവസം? എത്ര? 5000 രൂപയോ? AC ഒക്കെ ഉണ്ടല്ലോ. പിള്ളേർ കൊണ്ട് അറ്റത്ത് പോയിരിക്കുന്നു. മോനെ ഇങ്ങോട്ട് മാറി കൂട്ടുമോനെ. ചേട്ടാ നമുക്ക് ഹണിമൂൺ ഇവിടെ വരണ്ടായിരുന്നില്ലേ ചേട്ടാ? ശരിയായിട്ട് നല്ലതായിരുന്നല്ലേ. എടി അവര് പറഞ്ഞിട്ടില്ലേടി ഹണിമൂൺ ഇവിടെ വരണ്ടായിരുന്നു, നമുക്കൂടെ ഇവിടെ വരണ്ടായിരുന്നില്ലേടി? ഓ പിന്നെ ഹണിമൂൺ പോ ചേട്ടാ. നീയൊക്കെ എന്നെ വെട്ടിച്ച് ഇവിടെ താമസിക്കാന്ന് വിചാരിച്ചല്ലേ? പൂച്ചയുടെ സൗണ്ട് കേൾക്കുന്നു. അയ്യോ പൂച്ച വന്നേ, ഓടിക്കോ. പമ്പ നടന്നു കേട്ടോ. താജ്മഹലും കഴിഞ്ഞ് അങ്ങ് പോയെന്ന് തോന്നുന്നു. ആ അങ്ങനെ വ്യക്തമായിട്ട് പറ. ഞാൻ പൂച്ചക്കുട്ടി വീട്ടിൽ നിന്ന് കരയുന്നു.